പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പത്രോസിന് വിലയേറിയ വിശ്വാസം പത്രോസിന്റെ അകത്ത് വെളിപ്പെടുവാൻ ഇടവന്നത് 3.5 വർഷക്കാലം യേശുവിൻ്റെ കൂടെ നടന്ന പത്രോസ് ആദ്യം പത്രോസിനെ യേശു കാണുമ്പോൾ വല കഴുകിക്കൊണ്ടിരിക്കുന്ന പത്രോസിനെയാണ്, മീനൊന്നും കിട്ടാതെ അസ്വസ്ഥനായിരിക്കുന്ന പത്രോസിനെ ആയിരുന്നു ദൈവം യേശു കർത്താവ് ആദ്യം കണ്ടത്. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നിന്റെ വള്ളം നീ മുന്നോട്ട് എനിക്ക് കയറുവാൻ തക്കവണ്ണം ഇടുക. പത്രോസിന്റെ വള്ളത്തിൽ കയറി കർത്താവ് ദൈവവചനമൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസിനെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, നീ വലയിറക്കുക. ഈ വാക്ക് കേട്ടിട്ട് പത്രോസ് വലയിറക്കിയപ്പോൾ വല നിറയും മത്സ്യത്തെ കിട്ടി. ആ മത്സ്യം മുഴുവനും കർത്താവിനെ പ്രതി ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ പിന്നാലെ പോയ ആളായിരുന്നു പത്രോസ്. വിലയേറിയ വിശ്വാസത്തെ തിരിച്ചറിയുവാൻ പത്രോസിന് കഴിഞ്ഞു. ഇത്രയും അത്ഭുതം പ്രവർത്തിക്കുന്നവന്റെ കൂടെ നീ ഇന്നു മുതൽ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ആ വാക്കാണ് പത്രോസിന്റെ അകത്ത് കത്തിക്കൊണ്ടിരുന്നത്. പത്രോസിനോട് കർത്താവ് പറഞ്ഞ വാക്കുകൾ പത്രോസ് ഹൃദയത്തിന്റെ അകത്തൊരിക്കലും മറന്നുപോകാൻ കഴിയാത്തതായിരുന്നു. പരാജയങ്ങളുടെ നടുവിൽ ഇനി ഗലീലിയ കടലിന്റെ ഒരു ഭാഗം പോലും ഞാൻ വല വീശാനില്ല, എനിക്കൊരു മത്സ്യത്തിന്റെ ഒരു സാന്നിധ്യം പോലും കാണാൻ കഴിയാതെ വല വീശിയിട്ടൊന്നും കിട്ടാതെ പരാജിതനായി നിൽക്കുന്ന സമയത്താണ് കർത്താവിന്റെ വാക്ക് കേട്ട് അവന്റെ വിശ്വാസത്തിന് വർധനവ് വരുവാൻ ഇടയാക്കിയത്. വിശ്വാസം എങ്ങനെയാണ് ഒരാളുടെ അകത്ത് കടന്നു വരുന്നത്? വിശ്വാസം കേൾവിയിലൂടെയാണ്. ഈ വിശ്വാസം ദൈവത്തിന്റെ കൃപയും ദാനമാണ്. വിശ്വാസം മൂലം നിങ്ങൾ കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്, അത് ദൈവത്തിന്റെ ദാനമാണ് എന്ന് പറയുമ്പോൾ ഇത് വിലയേറിയതാ പ്രിയമുള്ളവരെ. വിശ്വാസത്തോടെ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ പോയി വീഴാൻ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുകയില്ലേ? വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചാൽ രോഗികളും ദുഃഖിതരും അവിടുന്ന് അനുഗ്രഹിക്കപ്പെടുകയല്ലേ? നിന്റെ അകത്ത് വിശ്വാസം വെളിപ്പെടണമെങ്കിൽ ആ വിശ്വാസത്തിന്റെ ഒരു തലമുണ്ട്. വിലയേറിയ ഒരു തലത്തിലേക്ക് ഞാൻ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. രണ്ടാമതായി, വിലയേറിയ വാഗ്ദത്തങ്ങളുണ്ട്. ദൈവിക പദ്ധതികളെല്ലാം വാഗ്ദത്തങ്ങളിൽ അടിസ്ഥാനപ്പെട്ടവയാണ്. അബ്രാഹാമിന് ദൈവം വാഗ്ദത്തം നൽകി. ആ വാഗ്ദത്തങ്ങൾ അടിസ്ഥാനപരമായ വാഗ്ദത്തങ്ങളായിരുന്നു ദൈവം കൊടുത്തത്. ദൈവം കൊടുത്തതൊന്നും കുറവുള്ളതല്ല, വിലയുള്ളത്. അബ്രാഹാമിന്റെ ജീവിതം തന്നെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. അബ്രാഹാം തന്റെ ദേശത്തെ എല്ലാം വിട്ട് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകുവാൻ മടിയില്ലാത്തവനായിരുന്നു അബ്രാഹാം. മക്കളെ കൊടുക്കാമെന്ന് പറഞ്ഞു, ദൈവം മകനെ കൊടുത്തു. മകനെ എനിക്ക് തരണമെന്ന് പറഞ്ഞു, അതുപോലെ മകനെ ദൈവത്തിന് കൊടുക്കുവാൻ അവൻ തയ്യാറായി. ചോദിച്ചത് തന്നവൻ തിരിച്ചു ചോദിച്ചപ്പോൾ മടി കൂടാതെ തിരിച്ചു കൊടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഇതാ പ്രിയമുള്ളവരെ ഏറ്റവും വലിയ വിശ്വാസവും ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങളെ ഉറച്ചു വിശ്വസിക്കുവാൻ കഴിയുന്ന വ്യക്തി. നമ്മൾ കർത്താവിനോട് കൂടെ ജീവിക്കേണ്ടേ? ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയോ? ലോകത്തിന്റെ ചിന്ത
സാഹചര്യങ്ങളിൽ നിന്നെല്ലാം വിട്ട് ദൈവത്തിൻ്റെതായ ആലോചനയിലേക്ക് നമുക്ക് ഈ പ്രഭാതത്തെ ഒന്ന് ഒരുക്കി പ്രാർത്ഥിച്ചാലോ? പ്രഭാതത്തിൽ ഉണരുമ്പോൾ പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വന്ന് ഈ പ്രഭാതം മുതൽ ഈ പ്രദോഷം വരെയുള്ള സമയം വരെ എന്നെ പരിപാലിക്കണമേ. എൻ്റെ നടപ്പിലും എൻ്റെ ജോലിയിലും പ്രവൃത്തിയിലും പ്രവർത്തനങ്ങളിലെല്ലാം കൂട്ടാകണമേ. എന്നെ ബലപ്പെടുത്തണമേ. എൻ്റെ ആവശ്യങ്ങളുടെ മധ്യേ ഇറങ്ങി വരണമേ. എൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ. എൻ്റെ ജോലിയിലേക്ക് അങ്ങ് വരണമേ. അങ്ങയുടെ പ്രവൃത്തി എന്നിൽ വെളിപ്പെടുത്തണമേ. അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്നൊരു പ്രാർത്ഥന നമുക്കുണ്ടാകണം. കാരണം നമ്മുടെ വിശ്വാസം വിലയേറിയതായതുകൊണ്ടാണ്. ദൈവം അതുപോലെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി പ്രാർത്ഥിച്ചേ. കർത്താവേ, സ്വർഗീയ പിതാവേ, നിന്റെ കരം എൻ്റെ ശിരസിൽ വയ്ക്കുവാനും എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുവാനും ഞാൻ ഒരു ദൈവമകനായി മകളായി ജീവിക്കാൻ തക്കവണ്ണം നിനക്കിഷ്ടമുള്ള മക്കളാക്കി എന്നെ ഒരുക്കണമേ. എൻ്റെ ജീവിതം നിനക്കായി സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.